അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി. അമ്മാ ബഅദ്. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരുപാട് സൂറത്തുകളും ആയത്തുകളുമൊക്കെ പല പ്രയാസങ്ങളും മാറാൻ കേൾക്കാറുണ്ട്, അത് ഓതാറുമുണ്ട്. എന്നാൽ പല സഹോദരിമാർക്കും എപ്പോഴും അത് ഓതാൻ കഴിയണമെന്നില്ല. അതിനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മെൻസസ് പോലത്തെ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്കത് ചെയ്യാൻ കഴിയണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രയാസങ്ങളൊക്കെ മാറാനും അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കാനും ഉതകുന്നതായ ഒരു ദിക്റിനെ കുറിച്ച് പറയാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ് നാമൊക്കെ. സാമ്പത്തികപരമായും ശാരീരികപരമായും അതുപോലെ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് നാമൊക്കെ. ചിലപ്പോൾ അത് പുറത്തു പറയാൻ പറ്റുന്നതാകാം, അല്ലെങ്കിൽ അത് പുറത്തു പറയാൻ പറ്റാത്തതാകാം, മറ്റുള്ളവർ അറിഞ്ഞാൽ വിഷമമുണ്ടാക്കുന്നതാകാം. ഇങ്ങനെ പലവിധ പ്രയാസങ്ങളിൽ കഴിയുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പരിഹാരമായി 2-3 ദിക്റുകൾ നമുക്കിന്ന് പഠിക്കാം. കടമുള്ളവർ, വീടില്ലാത്തവർ, മറ്റു പ്രയാസങ്ങളിൽ അകപ്പെട്ടവർ എല്ലാവരും സുബഹി നിസ്കാരത്തിന് ശേഷം, സുബഹി നിസ്കാരം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് സുബഹിയുടെ സമയത്ത് നിസ്കരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതേ സ്ഥലത്തിരുന്ന് തന്നെ, അല്ലെങ്കിൽ ആ സുബഹിയുടെ സമയത്ത് യാ മലിക്കു യാ അല്ലാ എന്ന് പറയുന്ന ദിക്ർ 121 തവണ ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ്. ഇതുകൂടാതെ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും യാ ഗനിയ്യു യാ അല്ലാ എന്ന ദിക്ർ 33 തവണയും യാ മുഗ്നി യാ അല്ലാ എന്ന ദിക്ർ 33 തവണയും ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. നിങ്ങൾക്ക് വീടില്ലേ, അത് ലഭിക്കും. നിങ്ങൾക്ക് മക്കളില്ലേ, സ്വാലിഹായ സന്താനങ്ങൾ ലഭിക്കും. നിങ്ങൾക്ക് ജോലിയില്ലേ, നല്ല ജോലി ലഭിക്കും. നിങ്ങൾക്ക് ഇണകളില്ലേ, ഖൈറായ ഇണകൾ ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. അത്ഭുതകരമായ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ 3 ദിക്റുകൾ. യാ മലിക്ക് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. രാജാവായ അല്ലാ എന്നാണ് നമ്മളതിൻ്റെ അർത്ഥത്തോടുകൂടെ നമ്മൾ വിളിക്കുന്നത്. രാജാവിനോട് ചോദിച്ചാൽ തരാത്തതൊന്നുമില്ല. ഒരു രാജാവിന് പ്രജയെ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് എന്തും കൊടുക്കും. പണ്ടുള്ള കാലത്തൊക്കെ രാജാക്കന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് രാജാവിന് ഇഷ്ടപ്പെട്ടാൽ അവർക്കൊരുപാട് പൊൻപണങ്ങൾ കൊടുക്കുന്നതാണ്. രാജാക്കന്മാരുടെ രാജാവായ അള്ളാഹുവിനെ നാം പ്രകീർത്തിക്കുമ്പോൾ അവനത് വല്ലാതെ ഇഷ്ടമാണ്. അവന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഖജനാവിൽ നിന്ന് നമുക്ക് വാരിക്കോരി നൽകുന്നതാണ്. മറ്റൊരു ദിക്റാണ് യാ ഗനിയ്യു യാ അല്ലാ എന്ന്. അങ്ങനെ പറഞ്ഞാൽ ഐശ്വര്യവാനായ അള്ളാഹുവേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമുക്കറിയാമല്ലോ, അള്ളാഹുവിനേക്കാൾ ഐശ്വര്യമുള്ളവൻ ആരാണ്? എത്ര കൊടുത്താലും കുറവ് വരാത്ത ഖജനാവുള്ളത് റബ്ബിൻ്റെ അടുത്ത് മാത്രമാണ്. കടലിൽ നിന്ന് ഒരു സൂചി മുക്കി അതിൽ നിന്ന് വരുന്ന ഒരിറ്റു വെള്ളത്തിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമാണ് ഈ ലോകത്തുള്ള അനുഗ്രഹങ്ങളൊക്കെ. അവൻ്റെ അനുഗ്രഹങ്ങൾ എത്ര വലിയ വണ്ണമുള്ളതായിരിക്കും. എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കിട്ടണം, എൻ്റെ സമ്പത്തില്ലായ്മ പരിഹരിച്ചു തരണം, എൻ്റെ രോഗങ്ങളൊക്കെ ശിഫയാക്കി തരണം, എൻ്റെ ജോലിയില്ലായ്മ പരിഹരിച്ചു തരണം. ഇങ്ങനെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാനാണ് നമ്മൾ വിളിക്കുന്നത്. അത് അവന് തട്ടുകയേയില്ല. അടുത്തൊരു ഇസ്മാണ് യാ മുഗ്നി യാ അല്ലാ എന്ന് പറയുന്ന ഇസ്മ. ഐശ്വര്യമാക്കുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം, സമ്പത്ത് ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല. ചില ആളുകളൊക്കെ ഒരുപാട് സമ്പത്തുണ്ടായിട്ട് പരിസരവാസികൾക്കോ അല്ലെങ്കിൽ അവൻ്റെ കുടുംബക്കാർക്കോ യാതൊരു നേട്ടമില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. ചില ആളുകൾ കാണാം, സമ്പത്തുണ്ടായിട്ട് അതുകൊണ്ട് പരിസരവാസികൾക്കൊക്കെ അതിൻ്റെ നേട്ടങ്ങൾ കിട്ടുന്ന ധാരാളം സമ്പന്നന്മാരുമുണ്ട്. സൃഷ്ടാവായ റബ്ബ് അങ്ങനെയുള്ളവനാണ്. അവന് സമ്പന്നനാണ്, അതേപോലെ അവൻ്റെ സമ്പത്ത് വീതിച്ചു കൊടുക്കുന്നവനുമാണ്. ഐശ്വര്യമുള്ള അള്ളാഹുവേ, നീ ഞങ്ങൾ ഐശ്വര്യവാനാക്കണമേ എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ 3 ഇസ്മുകളും നാം പതിവാക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി തരട്ടെ. കടം കൊണ്ട് വലിയുന്ന ഒരുപാട് ആളുകളുണ്ട്.
അള്ളാഹുരുടെ കടങ്ങളൊക്കെ വീട്ടിക്കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ ശരീരത്തിൽ വല്ല രോഗാണുക്കളുമുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു ശഫിയാക്കി തരട്ടെ. ദുആ വസിയത്തോടുകൂടെ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.